ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അടിപൊളിയായിട്ടുള്ള പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പെറ്റ്സോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സെയിൽ പോസ്റ്റിന് തരാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ വീഡിയോസും ഡീറ്റെയിൽ അയക്കുക. വീഡിയോ അയക്കുമ്പോൾ ലാൻഡ്സ്കേപ്പിൽ വീഡിയോ എടുത്ത് അയക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ബ്രീഡേഴ്സിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആരും ഇപ്പോൾ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യരുത്. സെയിൽ പോസ്റ്റിന് തരാനായിട്ട് താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, കോൾ ചെയ്യരുത്. കോൾ ചെയ്താൽ എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുന്നത് ആരായിരുന്നാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലോട്ട് ഇടാം. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കാറ്റാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ പേർഷ്യൻ കാറ്റിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 4600 രൂപയാണ് റേറ്റ് വരുന്നത്. മെയിലാണ്, 11 മാസം ഏജ് ആയിട്ടുള്ള കാറ്റാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ്, കോഡ് നമ്പർ 1 കേട്ടോ. റേറ്റ് 4600 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ബ്ലാക്ക് പോളിഷ് ക്യാപ്പാണ് വന്നിട്ടുള്ളത്. 4 മാസം ഏജ് ആയിട്ടുള്ള കോഴികളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 500 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. ഇപ്പം 8 പീസാണ് കൊടുക്കാനായിട്ടുള്ളത്. കോഡ് നമ്പർ 2 അതോടൊപ്പം തന്നെ സ്ഥലം കോട്ടയത്താണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറച്ചധികം ആഫ്രിക്കൻ ലവ് ആണ് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 550 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 3 കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് പപ്പീസാണ് വന്നിട്ടുള്ളത്. 30,000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്ന ഒരു ഫീമെയിലാണ്. 1 മാസം ഏജ് ആയിട്ടുള്ളതാണ്. ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് കേട്ടോ. കോഡ് നമ്പർ 4 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 30,000 രൂപയാണ് റേറ്റ് ചൂസ് ചെയ്യുന്നത്. സർട്ടിഫൈഡ് ഒന്നും അല്ല കേട്ടോ. പേരൻസ് എല്ലാം നല്ല ആക്റ്റീവായിട്ടും അതോടൊപ്പം തന്നെ പപ്പീസും നല്ല ആക്റ്റീവായിട്ടൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളതും പപ്പീസാണ് വന്നിട്ടുള്ളത്. 10,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത്. 2 മാസം ഏജ് ആയിട്ടുള്ള ഫീമെയിൽ പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ്. കോഡ് നമ്പർ 5 കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് പൈനാപ്പിൾ കുണൂറാണ് വന്നിട്ടുള്ളത്. 14 മാസം ഏജ് ആയിട്ടുള്ള പൈനാപ്പിൾ കുണൂറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 1250 രൂപയാണ് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ്. കോഡ് നമ്പർ 6 കേട്ടോ. 14 മാസം ഏജ് ആയിട്ടുള്ള DNA ഉള്ള ബേഡാണ് കാണാനായിട്ട് സാധിക്കുന്നത്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമ്പർ പിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ആൽബിനോ പീച്ചാണ് വന്നിട്ടുള്ളത്. 3 മാസം ഏജ് ആയിട്ടുള്ള ബേഡ്സാണ് കേട്ടോ. 700 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ്. കോഡ് നമ്പർ 7 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 700 രൂപയാണ് പീസ് റേറ്റ്. ബാക്കി ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ബ്രീഡറെ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും ഈ ബേഡ്സിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിലും അവർ പറഞ്ഞു തരുന്നതായിരിക്കും. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ്. കോഡ് നമ്പർ 7 കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. 2500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത്. പെയർ 2500 രൂപയാണ്. 10 മാസം ഏജ് ആയിട്ടുള്ള ബേഡ്സ് ആണ്. സ്ഥലം വരുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയാണ്. കോഡ് നമ്പർ 8 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റേറ്റ് വരുന്നത് 2500 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് യെല്ലോ ഗോൾഡൻ ഫിഞ്ചസ് ആണ് നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത്. 3500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത്. 10 മാസം ഏജ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. സ്ഥലം വരുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയാണ്. റേറ്റ് 3500 രൂപയാണ്.
അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് മാസ്ക് ഫിഞ്ചസാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 3700 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതും 10 മാസം ഏജ് ആയിട്ടുള്ളത് തന്നെയാണ്. ലൊക്കേഷൻ കോട്ടയത്താണ്. കോഡ് നമ്പർ 8 തന്നെയാണ് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 7 പീസ് നാടൻ പ്രാവുകളാണ് വന്നിട്ടുള്ളത്. 850 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ 7 പീസ് അവൈലബിൾ ആണ്. കോഡ് നമ്പർ 9 ആണ് കേട്ടോ. സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ടോട്ടൽ റേറ്റ് 850 രൂപയാണ്. അടുത്തിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറേയധികം പ്രാവുകളാണ് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപയ്ക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ 750 രൂപയുടെ പ്രാവുകൾ തന്നെ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ അടുത്തടുത്ത ക്ലിപ്പായിട്ട് ഒരുപാട് പ്രാവുകൾ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ പല റേറ്റിനുള്ളതാണ്. 500 രൂപ, 750 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത്. പീസ് റേറ്റ് ആണ്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ്. കോഡ് നമ്പർ 10 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ തന്നെയാണ് നമ്പർ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുള്ളത്. റേറ്റ് വരുന്നത് 500 രൂപയും 750 രൂപയൊക്കെയാണ് പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത്. മാക്സിമം നേരിട്ട് പോയി കണ്ട് മാത്രം എടുക്കാനായിട്ടും കൂടെ ശ്രമിക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറച്ചധികം പ്രാവുകളാണ് വന്നിട്ടുള്ളത്. ഈ കോഡ് നമ്പർ 11 കൊടുത്തേക്കുന്ന എല്ലാ പ്രാവുകളും കൂടെ 1000 രൂപയ്ക്കാണ് അവർ കൊടുക്കാനായിട്ട് പോകുന്നത്. ടോട്ടലായിട്ട് ഒരുമിച്ചാണ് കൊടുക്കുന്നത്. എല്ലാം കൂടെ 1000 രൂപയാണ് കേട്ടോ. അത് നമുക്ക് വരും ക്ലിപ്പിൽ കാണാം. സ്ഥലം വരുന്നത് മലപ്പുറത്താണ്. കോഡ് നമ്പർ 11 ആണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് പ്രാവുകളാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 800 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല റിസൾട്ടുള്ള പറവയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ്. കോഡ് നമ്പർ 12 ആണ്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് മുഗിയാണ് വന്നിട്ടുള്ളത്. ഈ മുഗിയുടെ റേറ്റ് വരുന്നത് 500 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും മലപ്പുറത്ത് തന്നെയാണ്. കോഡ് നമ്പർ 12 തന്നെയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്രമാത്രമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നത്. കുറേ വീഡിയോസൊക്കെ പെൻഡിങ് ഉണ്ട്. അതൊക്കെ ആയിട്ട് നമ്മൾ അടുത്തടുത്ത എപ്പിസോഡായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.